ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ സിറ്റുവേഷൻസിന് എന്താണ് കാരണം, അതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് 3 of swords, 10 of swords, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. 3 of swordsഉം 10 of swordsഉം, then 10 of wands, judgment, 8 of swords, 8 of wands, king of pentacles, knight of wands. ഞാൻ കാർഡ്സ് മറിച്ചെടുക്കാറില്ല. നൈറ്റ് ഓഫ് വാൺസ്. ബോട്ടത്തിൽ വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് 10 ഓഫ് ഫ്രൂട്ട്സ് ആണ്. ഞാൻ പറയാതിരിക്കാൻ വയ്യ, 3 10 ആണ് വന്നിരിക്കുന്നത്. 10 ഓഫ് ഫ്രൂട്ട്സ്, 10 ഓഫ് വാൺസ്, ബോട്ടത്തിൽ വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. സോ ഈ 10 എല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെ അത്രയും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ഇവിടെ കാണുന്നുണ്ട്. 3 ഓഫ് സോട്ട്സും പറയുന്നത് ഒരു അത്രയും ഹാർട്ട് ബ്രേക്കിംഗ് അനുഭവിച്ച് ഒരു സെയിം പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങളുടെ കരിയർ, എന്ത് കാര്യത്തിലായാലും നിങ്ങളിപ്പോൾ വളരെ എല്ലാം പ്രതീക്ഷിച്ച് എല്ലാം സക്സസ് ആവുമെന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്കിംഗ് തന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ എല്ലാം ഒരു എൻഡിങ് ആണ് ഇവിടെ കാണുന്നത്. 3 10 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ആ ഒരു നമ്മളൊരു കാർമിക് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ സെയിം പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എത്രയൊക്കെ കിടന്ന് ശ്രമിച്ചാലും, നമ്മൾ കുറേ ഇങ്ങനെ ട്രൈ ചെയ്ത് എത്ര എഫർട്ട് ഇട്ടാലും നമ്മുടെ ലൈഫിൽ വീണ്ടും ആ ചാലഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലായിരിക്കും, കുറച്ച് പേർക്ക് കരിയർ, അവരുടെ ബിസിനസ്സോ പ്രൊഫഷൻ എന്തായാലും അവിടെ ആയിരിക്കും. എന്തായാലും നമ്മൾ അവിടെ എത്ര എഫർട്ട് ഇട്ട് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും ആത്മാർത്ഥത കാണിച്ചാലും നമുക്കവിടെ ഹാർട്ട് ബ്രേക്കിംഗ് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അതുകൊണ്ടാണ് എത്ര ശ്രമിച്ചാലും അതിനെ മാറ്റാനും അതിൽ നിന്ന് നമുക്ക് പുറത്ത് വരാനും കഴിയില്ല. നമ്മൾ പലപ്പോഴും ശ്രമിക്കും ഇതിൽ നിന്ന് പുറത്ത് വരണം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലായാലും നമുക്കിത് മൂവ് ഓൺ ചെയ്യണം, അത്രയും ഹാർട്ട് ബ്രേക്കിംഗ് ആണ് എന്ന് അറിഞ്ഞിട്ടും നമ്മൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് പറ്റില്ല. വീണ്ടും നമ്മൾ അതിൽ തന്നെ വീണുകൊണ്ടിരിക്കും. അതിപ്പോൾ നമ്മുടെ ഒരു കരിയറിലായിരിക്കും. ചിലർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർ കരിയറിൻ്റെ കാര്യത്തിലായാലും ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ അവിടെ അവർക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ അവിടെ വിട്ട് ചിലപ്പോൾ അവിടെ എൻഡാക്കി വേറൊരു ജോലി കയറും. പക്ഷേ അവിടെയും സെയിം പാറ്റേൺ, സെയിം സിറ്റുവേഷൻ, സെയിം ആൾക്കാർ, അതേ ക്യാരക്ടറിലുള്ള ആൾക്കാർ, ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കാർമിക് സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മുടെ പോയ ജന്മത്തിൻ്റെ കർമ്മയുടെ ഭാഗമായിട്ടൊക്കെ വന്ന് ചേരുന്നതാണ്. അത് നമുക്ക് പിന്നെ ഇവിടെ 10 ഓഫ് വാൺസ് കണ്ടാൽ അറിയാം, നമുക്കതൊരു ഭാരമായിട്ട് മാറാൻ തുടങ്ങും. എങ്ങനെയെങ്കിലും നമുക്കതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും പക്ഷെ നമുക്ക് അതിൽ നിന്ന് ആ ബേർഡൻ ഇറക്കി വയ്ക്കാൻ നമുക്ക് മനസ്സ് വരില്ല. അതാണ് ആ സൈക്കിൾ. സോ ആ സൈക്കിൾ ഇവിടെ എൻഡ് ആകാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഹൃദയവേദന, അത്രയും അനുഭവിച്ച ഹൃദയവേദന എല്ലാം അത് എൻഡായി. നിങ്ങൾക്കിവിടെ ജഡ്ജ്മെൻ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ന്യായം കിട്ടാൻ പോകുന്നു. ന്യായം നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു. പക്ഷേ ആ ന്യായം വരുന്നതിന് മുമ്പേ നിങ്ങൾ കുറേ വേദന അനുഭവിക്കണം. അത് നമ്മുടെ കർമ്മഫലമാണ്. അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചാൽ പോലും, നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നമുക്കതിൽ നിന്ന് പുറത്ത് വരാൻ കഴിയാത്ത. അതുകൊണ്ടാണ് അതിൻ്റെയൊക്കെ ഒരു ജഡ്ജ്മെൻറ്റാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടാൻ പോകുന്നത്. കുറച്ച് പേർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത്. ജഡ്ജ്മെൻ്റൊക്കെ കിട്ടുന്നതിന് മുമ്പ് അതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി എപ്പോൾ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ സ്വീകരിക്കുന്നു, ഇതെൻ്റെ കർമ്മയാണെന്ന് സ്വീകരിക്കുന്നു, അപ്പോൾ അത് അവിടെ നിന്ന് എൻഡായി പോവുകയും നമുക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ ഇവിടെ 8 ഓഫ് സോട്ട്സും കാണുന്നത്, ഇത്രയും ദിവസം നിങ്ങൾ തന്നെ നിങ്ങൾക്കുള്ളിൽ കുറേ റെസ്ട്രിക്ഷൻസ് വെച്ച് നിന്നിട്ടുണ്ട്. എനിക്കൊന്നും കഴിയില്ല, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് എന്ന് നമ്മൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ പാറ്റേൺ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിൽ തന്നെ അത് നമ്മളത് സെറ്റാക്കും. ഇതെൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഇനി മരണം വരെ ഇങ്ങനെയാണ്. അങ്ങനെ നമ്മൾ സെറ്റാക്കി അതിനുള്ളിൽ തന്നെ നമ്മൾ തന്നെ കുറേ ഒരു ബന്ധനത്തിൽ ആയി നമ്മളവിടെ പെട്ട് കിടക്കും. നമുക്കൊന്നും പറ്റില്ല. പിന്നെ കുറച്ച് പേർക്ക് ബിസിനസ്സിൻ്റെ, അവരുടെ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്നെ കൊണ്ടൊന്നും കഴിയില്ല, എനിക്ക് സക്സസ് വരില്ല, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ കിടക്കും. അത് തന്നെ നമുക്ക് ബ്ലോക്കേജ് ആയി കിടക്കും. ആ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നമ്മളിങ്ങനെ ആ ചെയിനിൽ കിടക്കുമ്പോൾ നമ്മളത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ എപ്പോൾ അതിനെ നമ്മളിത് നമ്മുടെ കർമ്മയുടെ ഭാഗമാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു, അപ്പോൾ നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്ന 8 ഓഫ് വാൺസ് ആണ് പറയുന്നത്. ഗുഡ് ന്യൂസ് വരാൻ തുടങ്ങും. എപ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്ത് സറണ്ടർ ചെയ്യുന്നു, ആ ഭഗവാൻ അല്ലെങ്കിൽ ആ പ്രപഞ്ചത്തിൽ സറണ്ടർ ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ഗുഡ് ന്യൂസ് വരും. നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കമ്മിറ്റ്മെൻറ്റ്,
റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടും. കാരണം ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് കമ്മിറ്റ്മെൻറ്റിൻ്റെ കാർഡാണ്. അവർ ഇത്രയും ദിവസം നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്കിംഗ് തന്ന് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഈ ബന്ധം ബേഡനായിരുന്നെങ്കിൽ പിന്നെ അവർ കമ്മിറ്റ്മെൻറ്റ് തരികയും അവരിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് വരികയും ചെയ്യും. അവർ നിങ്ങൾക്ക് ഓഫർ തരാം. നിങ്ങളെ ഇതുവരെ നിങ്ങളൊരു ബ്രേക്കപ്പ് ആൻഡ് സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു അകൽച്ചയിൽ കഴിഞ്ഞെങ്കിൽ അതിനെല്ലാം ഒരു എൻഡിങ് വരും. അങ്ങനെ അവരിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജോ ഒരു ഓഫറോ അല്ലെങ്കിൽ അവർ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരും. മീറ്റ് ചെയ്യാൻ വന്ന് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തന്ന് ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം വളരെ ഈ ആത്മാർത്ഥമായി നിൽക്കുമെന്നാണ് കാണുന്നത്. പക്ഷേ അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അവർ വരും, അവർ മെസ്സേജ് തരും, ഇതെല്ലാം എൻഡ് ആവും. എന്നാൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജോലി, പ്രൊഫഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലായാലും നിങ്ങളുടെ ആ ഒരു പർപ്പസ് എന്താണോ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ വ്യക്തി വന്നു, കമ്മിറ്റ്മെൻറ്റ് തന്നു, അല്ലെങ്കിൽ ആ കാർമിക് സൈക്കിൾ എൻഡായി, അതുകൊണ്ട് വീണ്ടും അങ്ങനെ നിൽക്കാതെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഒരിക്കലും അവർ വന്നു അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് തന്നു അല്ലെങ്കിൽ ആ ഒരു ചാലഞ്ച് തീർന്നു നിങ്ങളുടെ ലൈഫിലെന്ന് പറഞ്ഞ് നിങ്ങൾ ഉടനെ അവിടെ ആ ഒരു പഴയ റൊട്ടീനിലേക്ക് പോകാതിരിക്കുക. അവരെ അക്സെപ്റ്റ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അക്സെപ്റ്റ് ചെയ്യുക, എന്താ ആയിക്കോളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ജോലിയാണെങ്കിൽ, പ്രൊഫഷൻ ആണെങ്കിൽ, അതും അല്ലെങ്കിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ പെട്ട് അത്രയും വേദന അനുഭവിച്ച് അത്രയും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും അത് കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ ഉടനെ ഇതെല്ലാം വിടാതെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങളുടെ സന്തോഷത്തിൽ ഫോക്കസ് ചെയ്യാം. കുറച്ച് പേർക്ക് ജോലി, കരിയർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലോട്ട് തിരിഞ്ഞ് നിങ്ങളുടെ സന്തോഷത്തിന് അപ്പോഴും നിങ്ങളൊന്ന് അവർ വന്നു എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ട് അങ്ങനെ പോകുന്നതല്ല. അപ്പോഴും അവർ വന്നു, അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ അതോടൊപ്പം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാനും പഠിക്കുക. നിങ്ങളുടെ കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളെ സ്നേഹിക്കുക. അപ്പോൾ മാത്രമാണ് ആ ഒരു ബന്ധമായാലും ആ ഒരു ജോലിയായാലും അത് നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്മൂത്തായിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഇവിടെ ബോട്ടത്തിലും വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. ഒരുപാട് പേര് റിലേഷൻഷിപ്പിൽ അത്രയും വേദനിച്ച് അത്രയും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയി ഒരു ഭാരമായി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു ഹാപ്പി ഫാമിലി കിട്ടുമെന്നാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവരും സഹകരിച്ച് ഒന്നായിട്ട് ഒത്തൊരുമയോടെ എല്ലാം ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് തന്ന് പരസ്പര സ്നേഹത്തോടെയും സഹകരണത്തോടെയും ആത്മാർത്ഥതയോടെയൊക്കെ നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി കിട്ടും എന്നാണ് കാണുന്നത്. ഇതിപ്പം ജോലിയുടെ കാര്യത്തിൽ നോക്കുന്നവർക്കാണെങ്കിലും അവിടെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ കിട്ടും. ഇവിടെ കണ്ടോ, ഒരു റെയിൻബോ ആണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു 3 10 വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഹാർട്ട് ബ്രേക്കിങ്ങിനും ഈ ഭാരത്തിനും എല്ലാം ഒരു എൻഡിങ് ആയി നിങ്ങളുടെ ലൈഫിൽ ജഡ്ജ്മെൻറ്റും നല്ലൊരു ഓഫറും ഒക്കെ കിട്ടും. അപ്പുറം എന്തൊക്കെ വന്നാലും നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് അപ്പോഴും സെൽഫ് ലവ് ചെയ്ത് നിൽക്കൂ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.